When you eat, it will become pain more. കഴിക്കുമ്പോൾ കൂടുതൽ വേദനയുണ്ടോ? കഴിക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു, ബട്ട് ഷീ ഗോട്ട് എ ലിറ്റിൽ ഡെലിവറൻസ് ആഫ്റ്റർ കമ്മിങ്. ഇവിടെ വന്ന ശേഷം ഒരു വലിയ വിടുതലുണ്ട്. സോ വാട്ട് ഗോഡ് ഈസ് ഹീലിംഗ് യു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു സൗഖ്യം തരുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു സൗഖ്യം തരുന്നു. മോർ പവർ ഈസ് കമ്മിങ്, മോർ ഫയർ ഈസ് കമ്മിങ്, ആൻഡ് ന്യൂ ഡോർസ് ആർ ഓപ്പണിങ്. കൂടുതൽ ശക്തിയും തീയും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് ആൾക്കാരെ ദൈവം വിടുന്നു സഹായത്തിനായിട്ട്. God will give an increase. നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക വിടുതൽ വേണോ അല്ലേ? I got deliverance in the financial area. എനിക്ക് സാമ്പത്തിക വിഷയത്തിലാണ് എനിക്ക് വിടുതൽ കിട്ടിയത്. Because I was having financial crisis. Likewise, you don't borrow. നിങ്ങൾ ഒരിക്കലും കടം മേടിക്കുന്നുണ്ടോ? Did you ask? അവരോട് ചോദിച്ചോ? Did you ask? Okay. Without asking, ചോദിക്കാതെ തന്നതാണോ? So, what you have to do is take a little part. If you have asked her, then that is not from God. നിങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. മനസ്സിലാക്കണം. നിങ്ങൾ അവരോട് അവർ നിങ്ങൾക്ക് വെറുതെ തന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. വല്ലതും പിടികിട്ടിയ? Then you take a little money up and place somewhere. It will increase. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മുഴുവൻ കൊണ്ട് കൊടുക്കല്ലേ. There is a bag with me. The money will never go. Every time it is increasing. എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, എപ്പോഴും പൈസ വന്നുകൊണ്ടേയിരിക്കുകയാണ്. Why? It is God's money. It will increase. The oil was increasing. വല്ല പിടികിട്ടിയ? ദൈവം തരുന്ന പൈസ എല്ലാം കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കല്ലോ. ലേശം എടുത്ത് മിച്ചം വെച്ച് അലമാരിക്കകത്തുകൊണ്ട് വെച്ചോണം. വല്ല പിടികിട്ടി? പിശാചിന്റെ പൈസ കൊണ്ട് അലമാരിക്കകത്തുകൊണ്ട് വയ്ക്കല്ലേ. Because the devil will have an opportunity to dwell in your house. പിശാച് നിങ്ങളുടെ വീട്ടിൽ കയറാൻ ഒരു ഇടയാവും. വല്ല പിടികിട്ടിയ? So this is the way how to get financial deliverance. അബദ്ധമായി പോയി അല്ലേ എല്ലാം? If you have not asked her or intimated this situation to her, and if she has given you willingly, then it is from God. എങ്ങനെയാ ദൈവം ഒരാൾക്ക് തരുന്നതെന്ന് തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ തരുമ്പോൾ. ഇവിടെ ആരോ ഒരാൾ പറഞ്ഞല്ല. ആരാ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ആരോ തന്നു എന്ന് പറഞ്ഞു? ആരാ? ഇവിടെ ആരോ പറയുന്നത് കേട്ടു. Manoj brother, somebody was saying, I have come from God. God has sent me. Take a little money and put in the locker. അവർ തന്ന പൈസ കുറച്ചെടുത്ത് മുഴുവൻ ചെലവാക്കാതെ അലമാരിയിലോ പേഴ്സിലോ ഇങ്ങനെ വെക്കുക. It will increase because it has come from God. Did you understand? Don't take the money and give everything and pay the fees. എല്ലാം ഫീസ് കൊടുക്കാനായിട്ട് പോകല്ലേ. This is a secret. The oil finished according to her faith. അവരുടെ വിശ്വാസം പോലെ ആ എണ്ണ അവിടെ നിന്നുപോയി. So God is delivering you from all the pain, financial breakthrough. New house. God will give you a new house. Money is coming. You trust in the Lord. Are you still trying for a job? നിങ്ങൾ ഇപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടോ? You kneel down and pray. Go to your room. നിങ്ങൾ വീട്ടിൽ പോയി നിലം പതിച്ച് കിടക്കുക. എന്താ കിടക്കേണ്ടത്? Lord, I want to serve you. ദൈവമേ, എനിക്ക് അങ്ങയുടെ വേല ചെയ്യണം.
നിങ്ങൾ കരഞ്ഞ് വിളിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. Financial blessings are coming. He has sent an angel before you. An angel will go and bring everything for your needs. You will build the house. നിങ്ങളുടെ വീട് പകുതിയാക്കി വെച്ചിരിക്കുന്നതിന് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. Marriage is coming in the family. നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. Do you know anything about it? Very soon you will see it. Celebration is coming in your family. Happiness is coming. Somebody in your house is going by flight. നിങ്ങളുടെ വീട്ടിൽ ആരോ വിമാനത്തിൽ കയറി പോകുന്നു. ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടോ? പോയാ? ഇപ്പൊ എവിടെ? ഗോവയിലാ? പ്ലെയിനിലാ? Why he went there by flight? എന്തുകൊണ്ടാണ് പ്ലെയിനിൽ പോകാൻ കാരണം? So he will do wholesale business. എന്താ മകൻ ആരാ പോയത്? മകനാ മരുമകനാ? മകൻ എന്ത് ചെയ്യുന്നു? എന്തിന്റെ എഞ്ചിനീയർ? He will do wholesale business. വല്ലതും പിടികിട്ടിയോ? ഇനി കുറച്ച് നാളും കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ഇങ്ങനെ ഹോൾസെയിൽ എടുത്ത് ബിസിനസ് ചെയ്യും. എന്ത് സാധനമാണ് ചെയ്യുന്നത്? മെക്കാനിക്കൽ. ഇങ്ങനെ വല്ലതും പറഞ്ഞാ ബിസിനസ് ചെയ്യുന്നു? It will come very soon. I see like that. You can sit. Very soon you will see celebration in your house. അവിടെ ഇരുന്നോളൂ കേട്ടോ. God will deliver you from all the problems. നിങ്ങളുടെ എല്ലാ വിഷയത്തിന്മേലും നിങ്ങൾക്കൊരു വിടുതലുണ്ട്. So trust in the Lord. Find happiness. നിങ്ങൾ സന്തോഷത്തിലാണോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സന്തോഷിക്കണം. I am very happy. എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിരിക്കുന്നത്? My name is written in the book of heaven, so I am happy. I am very much happy. എന്തുകൊണ്ടെന്ന് അറിയാമോ? I saw the vision of Jesus Christ. ഞാൻ യേശുക്രിസ്തുവിന്റെ ദർശനം കണ്ടു. I am very, very much happy because he has given the spirit of Jesus to me. യേശുവിന്റെ ആത്മാവിനെ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ്. So you be happy because your name is written on the book of heaven. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതെന്ന് അറിയാമോ? First you rejoice when your name is written in the book of heaven. Then God will give you his spirit. എത്രവർക്ക് മനസ്സിലായി? When you come to the church, you have to change your prayer request. അപ്പോൾ ഇതാണ് പറയുന്നത്, God is opening new doors. Do not be upset. God will erase all the debts. നിങ്ങൾക്ക് ഒത്തിരി കടമുള്ളതുപോലെ കാണുന്നുണ്ട്. The angel, you are expecting somebody, those who have taken the money, they will pay back. I don't know whether who will pay, but the angels will clear all the debts. ദൂതന്മാർ അതെല്ലാം ക്ലിയർ ആക്കും കേട്ടോ. മാനുഷികമായി നമ്മൾ ചിന്തിക്കല്ലോ, വാങ്ങിയ ആൾ തന്നെ നമ്മുടെ തിരിച്ചു തരുമെന്നല്ല ചിന്തിക്കണം. ദൂതന്മാർ വന്ന് എല്ലാം ക്ലിയർ ആക്കും. മനസ്സിലായോ? So what I am sharing with you is, you have to expect a miracle at the next moment. Everyone has to expect a miracle. We do not know where we will stay tonight because the wind will be blowing and the wind will be taking us to a new place that we have never imagined. The wind of the Holy Spirit will blow upon us and will take us to a new place that we have never even thought. എല്ലാം പിടികിട്ടിയ? ഒന്നും പിടികിട്ടില്ല. So God is going to do greater things. He is going to make your life a new financial blessings. Money is your problem. സാമ്പത്തികമാണ് നിങ്ങളുടെ വിഷയം.